ഗീത പഠിച്ചത് 4 അധ്യായങ്ങളാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് 5-ാമത്തെ അധ്യായമായ സന്യാസയോഗം അഥവാ കർമ്മയോഗം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള പഠനത്തിന് അത്യാവശ്യമായി വന്നതിനാൽ അതൊരു സിംഹാവലോകനം നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത മോക്ഷത്തിന് 18 പടികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളുമാണുള്ളത്. അപ്പൊ ആദ്യത്തെ അധ്യായം നമ്മൾ പഠിച്ചു, അർജുനൻ എന്ന വ്യക്തിക്ക് ഉണ്ടായ മാനസിക സംഘർഷവും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും. 2-ാമത്തെ അധ്യായത്തിൽ ആണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്, ഭഗവത്ഗീതോപദേശം ആരംഭിക്കുന്നത്. 3-ാമത്തെ അധ്യായം കർമ്മയോഗം, 2-ാമത്തെ അധ്യായം സാഖ്യയോഗം, ജ്ഞാനത്തിനധിഷ്ഠിതമായ യോഗം, ജ്ഞാനയോഗം. 3-ാമത്തെ അധ്യായം കർമ്മയോഗം, നമ്മൾ കർമ്മം ചെയ്യേണ്ടതിനെ കുറിച്ച്, കരണീയമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 3-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായം നമ്മൾ ഈയിടെ പഠിച്ചു കഴിഞ്ഞ ജ്ഞാനകർമ്മ സന്യാസയോഗം. അതിൽ ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, സന്യാസമുണ്ട്. ഇവിടെ ഈ സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ വനാന്തരങ്ങളിൽ പോയി സന്യാസിക്കുന്നതല്ല, സമ്യക്കാവണ്ണമുള്ള ത്യാഗം എല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവത് സമർപ്പിതമായി ജീവിതം നയിക്കുന്നതാണ് സന്യാസം. ജ്ഞാനവും കർമ്മവും സന്യാസവും, അതാണ് നമ്മൾ 4 വരെ പഠിച്ചത്, 4 അധ്യായങ്ങളിലായി പഠിച്ചത്. ഈ 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അർജുനന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. അർജുനന്റെ ചോദ്യങ്ങൾ ആണ് ഭഗവാന്റെ മറുപടികളായി വന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ തന്നെ അർജുനൻ ചോദിച്ചു, കാർപ്പണ്യ ദോഷോപഹതസ്വഭാവ പൃച്ഛാമി താം ധർമ്മ സമൂഢചേത യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹിതം ശിഷ്യസ്തേഹം ശാധിമാം പ്രപന്നം. കാർപ്പണ്യദോഷം കൊണ്ട് എന്താണ് നല്ലത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് പരിഹരിച്ചു തരണമെന്ന് അർജുനൻ പറഞ്ഞതിന് ശേഷമാണ് 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം തൊട്ട് ഗീതോപദേശം ആരംഭിക്കുന്നത്. അതിനുശേഷം 3-ാമത്തെ അധ്യായം കർമ്മയോഗത്തിന്റെ തുടക്കം. 3-ാമത്തെ അധ്യായവും തുടങ്ങുന്നത് ജായതി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിർമ്മ കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. 2-ാമത്തെ അധ്യായം ജ്ഞാനമാണ് നല്ലത് എന്ന് പറഞ്ഞു. 3-ാമത്തെ അധ്യായമായ കർമ്മം ജ്ഞാനത്തിനേക്കാളും കർമ്മമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. ജ്ഞാനത്തിന്റെ പ്രാധാന്യവും ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സംശയം വന്നപ്പോഴാണ് അർജുനൻ ചോദിച്ചത്, ജായതി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. ഭഗവാനെ, ഈ അധ്യായങ്ങൾ, ഈ കഴിഞ്ഞ സമയം ഭഗവാൻ പറഞ്ഞത് ജ്ഞാനമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നോട് കർമ്മം ചെയ്യാൻ എന്താണ് പറയുന്നത്? തത് കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. അങ്ങനെ ഘോരമായ കർമ്മങ്ങളിലേക്ക്, ഇവിടെ യുദ്ധക്കളത്തിലാണല്ലോ പറയുന്നത്. ഘോരമായ കർമ്മം എന്ന് പറയുന്നത് യുദ്ധത്തിലാണ്. അപ്പം ഘോരമായ കർമ്മം എന്തിനാണ് എന്നോട് പറയുന്നത്? രണ്ടും പറയുന്നുണ്ട്. ജ്ഞാനികൾക്ക് ജ്ഞാനയോഗമാണ് നല്ലതെന്ന് പറയുന്നത്, കർമ്മികൾക്ക്, കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മയോഗവുമാണ് നൽകുന്നത് പറയുന്നുണ്ട്. എന്നോട് എന്താ പറയുന്നത്? അപ്പൊ അർജുനൻ വിചാരിച്ച ജ്ഞാനയോഗമാണ് നല്ലത്. കാരണം ഒന്നും പറയണ്ട, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ പൂജിച്ചുകൊണ്ട്, ഭഗവാനെ ജപിച്ചുകൊണ്ട് ഒന്നും അറിയാതെ ജ്ഞാനിയായി തീരാം, അതാണ് വളരെ ഈസിയായ മാർഗം എന്നുള്ള രീതിയിലാണ് അർജുനൻ ചിന്തിച്ചത്. കാരണം ഈ ആശയക്കുഴപ്പമുണ്ടല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പമുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലത്, മതി, യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, ആയുധം എടുക്കാനും കഴിയില്ല, ഞാൻ ഭഗവാനെ ഇരുന്ന് പൂജിച്ചോളാം, ദൈവത്തെ പൂജിച്ചോളാം എന്നുള്ള ചിന്താഗതി പോയപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, നീ കർമ്മം ചെയ്യൂ, യുദ്ധനിരതനാവൂ എന്ന് പറയുന്നത്. അന്നേരമാണ് 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അർജുനൻ പറയുന്നത് ജ്ഞാനയോഗം പ്രാധാന്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നോട് പറയുന്നു, ഈ ഘോരമായ കർമ്മത്തിന് യുദ്ധത്തിലേക്ക് ചെയ്യണം. എന്താണ് അതിന് കാരണം എന്ന് കർമ്മയോഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞു. അതിനുള്ള മറുപടി കർമ്മയോഗത്തിൽ, ജ്ഞാന സന്യാസ യോഗത്തിൽ ഭഗവാൻ വിസ്തരിച്ചു പറഞ്ഞു. ഇവിടെ 5-ാമത്തെ അധ്യായമായ 1-ാം ശ്ലോകം ആരംഭിക്കുന്നതും അർജുനന്റെ ചോദ്യത്തോടു കൂടിയാണ്. അർജുനൻ എന്താണ് ചോദിക്കുന്നറിയോ?
സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ശംസസി യശ്രേയ യതോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. എന്നോട് ഇതും കൂടി പറയൂ. എന്ത്? ഭഗവാൻ സന്യാസവും കർമ്മവും കർമ്മയോഗവും, ഇവിടെ കർമ്മയോഗം, പിന്നീട് വീണ്ടും യോഗത്തെയും പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, ഇതിലേതാണ് നല്ലത്? ശ്രേയസ് ഇതിൽ ഈ രണ്ടിൽ ഏതാണ് നല്ലത്? തന്മേ ബ്രൂഹി, എന്നോട് പറഞ്ഞു തരൂ. സുനിശ്ചിതമായി ഏതാണ് ശരി എന്നത് വ്യക്തമായി പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ഭഗവാനോട് ചോദിക്കുകയാണ്. ഈ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. സന്യാസയോഗം, 5-ാമത്തെ അധ്യായം സന്യാസയോഗം. ചില ഗ്രന്ഥങ്ങളിൽ കർമ്മ സന്യാസയോഗം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം കർമ്മവും സന്യാസവും കൂടി ബന്ധപ്പെട്ട രീതിയിലുള്ള ജീവിത രീതിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മ സന്യാസയോഗം 5-ാമത്തെ അധ്യായം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതരോ ഏകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഹേ കൃഷ്ണ, കർമ്മങ്ങളുടെ സന്യാസം, പരിത്യാഗം. ഇവിടെ ഈ സന്യാസം എന്നുള്ളത് നമ്മൾ ത്യാഗം എന്ന് മാത്രം എടുത്താൽ മതി. പിന്നെ യോഗം ച, ഇവിടെ യോഗം എന്ന് പറയുന്നത് കർമ്മയോഗത്തെയും ശംസസി പ്രശംസിക്കുന്നു. ഏതയോഹോ, ഇവ രണ്ടിൽ യത് ഏതാണ് ശ്രേയസ്കരം, സുനിശ്ചിതം എന്ന് നിശ്ചയിക്കപ്പെട്ടത്. ശ്രേയസ്കരം ഏതാണ് എന്നുള്ളതിന് സംശയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഏതാണ് ശ്രേയസ്കരമെന്ന് സുനിശ്ചിതമായിട്ടുള്ള മാർഗം എനിക്ക്, ഈ രണ്ടിൽ ഏതാണ് ഒന്ന്, അതത് ഏകം, ഈ രണ്ടിൽ ഏതാണ് എന്നത് എന്നോട് സുനിശ്ചിതമായി ബ്രൂഹീമേ, എന്നോട് പറഞ്ഞാലും. അന്വയം: ഹേ കൃഷ്ണ, കർമ്മണാം സന്യാസം പുനഃ യോഗം ച ശംസസി ഏതയോ യത് ശ്രേയ സുനിശ്ചിതം തത് ഏകം മേ ബ്രൂഹി. അർത്ഥം: ഹേ കൃഷ്ണ, അങ്ങ് കർമ്മസന്യാസത്തെയും പിന്നെ കർമ്മയോഗത്തെയും പ്രശംസിക്കുന്നു. ഇവ രണ്ടിൽ ഏതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞു തന്നാലും. ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യർ പറയുന്നത് ഇതാണ്: അങ്ങ് ശാസ്ത്രോക്തങ്ങളായ, ശാസ്ത്രം പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളുടെ പരിത്യാഗത്തെ ഉപദേശിക്കുന്നു. പിന്നെ കർമ്മങ്ങളെ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്നും പറയുന്നു. അപ്പോൾ കർമാനുഷ്ഠാനമോ കർമ്മപരിത്യാഗമാണോ ഏതാണ് നല്ലത്, ഏതാണ് ശ്രേയസ് എന്ന സംശയം എനിക്കുണ്ട്. ഇവയിൽ ഏതിനെ അനുഷ്ഠിച്ചാൽ കൂടുതൽ ശ്രേയസ്കരമാകുമെന്ന് ദയവായി അങ്ങ് എന്നോട് ഉപദേശിച്ച് തന്നാലും. കഴിഞ്ഞ അധ്യായത്തിലെ ചില വേർഡുകൾ, ഭഗവാൻ ഊന്നിപ്പറഞ്ഞ ചില കാര്യങ്ങൾ: ജ്ഞാനാധിദഗ്ധ കർമാണാം സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനാഗ്നി സർവകർമാണി യോഗ സന്യാസ്ത കർമ്മണാം. ഇതൊക്കെയാണ് ഈ കർമ്മയോഗത്തിലെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യങ്ങളെ കൊണ്ട് ബ്രഹ്മനിഷ്ഠൻ, കർമ്മനിഷ്ഠൻ തന്നെയാണ്, കർമ്മം ചെയ്യുന്നവൻ തന്നെയാണ്. രണ്ടിന്റെ ഫലം ഒന്ന് തന്നെയാണെങ്കിലും സാധ്യാസാധനാഭാവം കൊണ്ട് കർമ്മം തന്നെയാണ് മുന്നിൽ എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഇതുകൊണ്ട് കർമ്മം തന്നെയാണ് നല്ലത് എന്നും പറയുന്നുണ്ട്. സംശയമുണ്ടാകാൻ കാരണം 4-ാമത്തെ അധ്യായത്തിൽ, കഴിഞ്ഞ അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് ഉണർവോടെ പൊരുതാൻ, ഉത്തിഷ്ഠതയോടുകൂടി പൊരുതാനാണ് ഭഗവാൻ പറയുന്നത്. ചിത്വൈനം സംശയം യോഗാഹ മാതിഷ്ഠോത്തിഷ്ഠ ഭാരത. എന്താണ് പറയുന്നത്? ചിത്വന്യം, ഛേദിക്കുക. എന്ത്? നിന്നിൽ ഉണ്ടാകുന്ന ഇത്തരം സംശയങ്ങൾ, നിങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങളും ഛേദിക്കുക. ചിത്വൈനം. എന്നിട്ട് ഉത്തിഷ്ഠ ഭാരത, ഹലോ ഭാരത, ഉത്തിഷ്ഠ ഭാരത. എന്തിനു വേണ്ടി? നിന്റെ കർമ്മം ചെയ്യാൻ. ഇവിടെ അർജുനന്റെ കർമ്മം എന്താണ്? അർജുനന്റെ കർമ്മം ഇവിടെ യുദ്ധം ചെയ്യൽ. ഇതിൽ തന്നെ ഇത് അർജുനനോട് പറയാൻ കാരണമുണ്ട്. അർജുനൻ വില്ലാളി വീരനാണ്. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്. അർജുനനല്ല, വേറൊരാളാണ്. ഇപ്പൊ വിതുരർ, ഭാരതത്തിലെ ഒരു വലിയ കഥാപാത്രമാണ് വിതുരർ. ഇങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ ഭഗവാൻ എന്താ പറയാ? വിതുരരെ, ഭഗവാൻ പറയുന്ന കാര്യം പറയാണ്, പറഞ്ഞതല്ല, ഞാൻ ഊഹിക്കുക. വിതുരരെ, താങ്കൾ
താങ്കൾ ജ്ഞാനിയാണ്, ജ്ഞാനമാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്ന് വിതുരെ പോലുള്ള ജ്ഞാനികളോട് പറയും. അർജുനനെ പോലുള്ള വില്ലാളികളോട് നീ ജ്ഞാനിയാണ്, ജ്ഞാനം കൊണ്ട് ഭഗവാനെ പൂജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നതിന് യുക്തിയില്ല. അതുകൊണ്ടാണ് അർജുനൻ എന്ന വ്യക്തിയോട്, അർജുനൻ എന്ന പടയാളിയോട്, അർജുനൻ എന്ന രാജാവിനോട്, അർജുനൻ എന്ന ക്ഷത്രിയനോട് നീ യുദ്ധം ചെയ്യൂ, നിന്നിലുള്ള സംശയങ്ങളെല്ലാം ഛേദിച്ചുകൊണ്ട്, എല്ലാ സംശയങ്ങളും ഛേദിച്ചുകൊണ്ട് നീ കർമ്മനിരതനായി യുദ്ധം ചെയ്യൂ. നിന്റെ കടമ, നിന്റെ കർത്തവ്യം യുദ്ധം ചെയ്യലാണ്. ഭഗവാൻ വീണ്ടും പറയുകയാണ്, സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്സകരൗഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ഭഗവത്ഗീത പഠിക്കുന്നവർക്ക് സംശയമുണ്ടാകാനും ഉള്ള ഒരു വാക്കാണ് തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. അതുകൊണ്ട് കർമ്മസന്യാസത്തെക്കാളും കർമ്മയോഗോ വിശിഷ്യതേ. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവിതത്തിൽ വരുന്ന എല്ലാ ഭൗതിക കർമ്മങ്ങളും ത്യജിച്ചുകൊണ്ട് കർമ്മയോഗം ആണ് ചെയ്യേണ്ടത്, അതാണ് വിശേഷിക്കപ്പെട്ടത് എന്ന് ഭഗവാൻ ഈ സംശയത്തിന്, അർജുനന്റെ ഈ സംശയത്തിന് മറുപടി പറയുകയാണ്. അന്യം നോക്കാം. സന്യാസം കർമ്മപരിത്യാഗം, കർമ്മയോഗച്ച ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുന്നതും, ഉഭൗ രണ്ടും, നിശ്രേയസ്കരൗ രണ്ടും ശ്രേയസിനെ കൊടുക്കുന്നവയാണ്, തയോസ്തു അതിനാൽ അവയിൽ വെച്ച് കർമ്മസന്യാസാത് കർമ്മപരിത്യാഗത്തിനേക്കാൾ കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. കർമ്മം പരിത്യജിക്കുന്നതിനേക്കാളും കർമ്മം ചെയ്യുന്നതാണ് വിശേഷം എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഭഗവാൻ ഈ സാഹചര്യത്തിൽ പറയുന്നത്. അന്വയം സന്യാസാഹ കർമ്മയോഗ ച ഉഭൗ നിശ്രേയസ്കരൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. അർത്ഥം, കർമ്മപരിത്യാഗവും ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുന്നതും രണ്ടും ശ്രേയസ് ഉണ്ടാകുന്നതാണ്. കർമ്മം ചെയ്യുന്നതും ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുന്നതും തുല്യമാണ് ഫലം. എന്നാൽ അവയിൽ വെച്ച് കർമ്മപരിത്യാഗത്തിനേക്കാൾ ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. കർമ്മം ത്യജിച്ചുകൊണ്ടുള്ള കർമ്മത്തേക്കാൾ, എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ചുകൊണ്ടുള്ള കർമ്മത്തേക്കാൾ വിശേഷമായിട്ടുള്ളത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരാർപ്പിതമായി എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ കാമങ്ങളും ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. അതാണ് തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഭഗവാൻ പറഞ്ഞു. ചിന്മയാനന്ദ സ്വാമികൾ ഇതിനൊരു മനോഹരമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് ഇങ്ങാണ്: അലസത നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ കാര്യമാണ്. അലസത മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയാം. അവരുടെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ അധിക പേരും അധ്വാനിക്കാതെ ആഹാരവും വിശ്രമവുമായി വീട്ടിൽ തന്നെ കഴിച്ചുകൂടും. പ്രത്യേകിച്ച് മഴക്കാലത്ത് എവിടെയും പോകാതെ കുറച്ചുകൂടി കിടന്നിറങ്ങേണ്ട ഒരു മാനസികാവസ്ഥയായിരിക്കും ഈ സാധാരണ മനുഷ്യന് ഉണ്ടാവുക. കാലാവസ്ഥയ്ക്ക് വ്യത്യസ്തമായി സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ആഹാരവും ഒക്കെ കിട്ടുമെങ്കിൽ പിന്നെ പുറത്തു പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോഴേ ആ വ്യക്തി സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, യാതൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ തടഞ്ഞുകൂടിയിരുന്ന് അലസനായിരിക്കുന്ന ആളുകളെ ആക്റ്റീവാക്കാൻ വേണ്ടി, സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. എന്തുകൊണ്ട്? ഈ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ആഗ്രഹമുണ്ടാക്കണം. കാമം ഇത് ആഗ്രഹം. അങ്ങനെ ഒന്നുമില്ലാത്തവർക്ക് ആഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ അവൻ ബാധ്യസ്ഥനായിരിക്കും. ഒരു ഉദാഹരണം, ഒന്നും ഭക്ഷിക്കാൻ, നമുക്ക് ഒരു കപ്പയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി എന്ന് വിചാരിക്കുക. കാമം അത് ആഗ്രഹമാണ്. അതുണ്ടായാൽ എന്താ വേണ്ടത്? പെട്ടെന്ന് അല്ലെങ്കിൽ പോലും അത് അദ്ദേഹം കൃഷി ചെയ്യും, അങ്ങനെ അത് അനുഭവിക്കും, അങ്ങനെ അത് വളരെ ഹൃദ്യമായി അത് അനുഭവിക്കും. അപ്പൊ ഇത് കുറെ കഴിഞ്ഞാലോ അങ്ങനെ ചെയ്യുന്നത് നിഷ്ക്രിയത്വത്തിൽ നമ്മൾ കർമ്മനിരതനാകും. സ്വാമിജി പറയുന്നത് അങ്ങനെയാണ്. അവന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, കാമം അറിയാതെ ഉണ്ടാകുന്നു. ഇത് ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഈ കാമം എന്നുള്ള വാക്ക് എടുത്താൽ മതി. അവന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉത്ഭവിച്ചാൽ അത് നിറവേറ്റുന്നത് വരെ അവന് അടങ്ങിയിരിക്കാൻ കഴിയില്ല.
ഏതാഗ്രഹമായാലും അതുണ്ടായാൽ അത് പൂർത്തീകരിക്കുന്നവരുടെ അവന്റെ മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയായാലും പൂർത്തീകരിച്ചാൽ മാത്രമേ അതിന് സംതൃപ്തനാവുകയുള്ളൂ. തമസിലാണ്ട് ഇരുട്ടിലാണ്ട് ജീവച്ഛവം പോലെ കഴിയുന്ന നിഷ്ക്രിയനായ മനുഷ്യനെ സക്രിയമാക്കുന്നത് ഇങ്ങനെ സകാമാചരണങ്ങളിലൂടെയാണ്. കാമം സകാമത്തോടുകൂടി ഈ ആഗ്രഹങ്ങൾ ഭഗവാൻ തന്നെ നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയാണ്, ആക്റ്റീവമാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും. എങ്ങനെയെങ്കിലും നമ്മൾ ഒരാഗ്രഹം ഉണ്ടായാൽ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ കർമ്മരംഗത്തിറങ്ങും. അതുകൊണ്ട് ആദ്യം ഉള്ളത് സകാമം. പിന്നെയോ അതങ്ങനെ ചെയ്തുകൊണ്ട് വന്നാൽ ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം വന്നാൽ അതൊരു സംതൃപ്തി അടയും. പിന്നെ അത് ആവർത്തിച്ച് വന്നാൽ അതിനൊരു പുതുമയുണ്ടാവില്ല, അതൊരു നിത്യ സംഭവമായി തീരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ കൃഷി ചെയ്യുന്നു, ആ കൃഷി താൽക്കാലിക ആവശ്യത്തിന് ചെയ്ത് പക്ഷെ ഒരു കൃഷി ചെയ്തുകൊണ്ടേയിരുന്നത് അത് അയാളുടെ ദൈനംദിന ജീവിതത്തിൽ അത് ആവർത്തിച്ച് വരുമ്പോൾ അതിന് കാമത്തിന് പ്രസക്തിയില്ല, ആഗ്രഹത്തിന് പ്രസക്തിയില്ല. കാരണം ആ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാ ദൈനംദിന കാര്യങ്ങളും കാമമില്ലാതെ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു ജോലിയായി മാറുകയാണ്. അപ്പൊ എന്തായി? ഈ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായപ്പോ ആഗ്രഹമില്ലാതെ ചടഞ്ഞുകൂടിയിരുന്ന ആൾക്ക് അയാൾ സജീവമായി. അതുകൊണ്ട് സകാമം. കാമം ഇവിടെ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താവും? ഈ കൃഷി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. നമുക്ക് കുറേ സമ്പത്ത് വന്നു. ആ സമ്പത്ത് വന്നാൽ അത് നമ്മൾ സംതൃപ്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്താകും? അതിനോടൊരു അറ്റാച്ച്മെന്റ് കുറയും. അപ്പൊ കുറച്ച് ദാനം, അടുത്ത വീട്ടിൽ അവർക്കൊന്നും കഴിക്കാനില്ല, കുറച്ച് അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥ വന്നാൽ അത് ദാനമായി മാറും. അയാൾ കൊടുക്കും, ഒന്നും പ്രതിഫലമൊന്നും വാങ്ങാതെ കൊടുക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ദാനം എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അയാളുടെ മാനസികാവസ്ഥ എന്തായി? ആ അലസതയിൽ നിന്ന് മാറി രണ്ടാമത്തെ സ്റ്റേജിൽ കർമ്മം രംഗത്ത് ഇറങ്ങി. മൂന്നാമത്തെ സ്റ്റേജിൽ അയാളുടെ ഭാവം എന്താണ്? അയാളുടെ ദാനം എന്ന ഒരു മാനസികാവസ്ഥ, അത് സാത്വിക ഭാവമാണ്. നമ്മൾ അറിയാതെ തന്നെ ഈ കാമം മാറി, ആഗ്രഹം മാറി ഈശ്വരാർപ്പിതമായ കർമ്മത്തിന്റെ സ്വഭാവമായി മാറുന്നത് ആണ് ചിന്മയാനന്ദ സ്വാമികൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ, അപ്പൊ ദാനം ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് സംതൃപ്തി വരുമല്ലോ. അത് ചിലപ്പോൾ തന്നെ നമ്മൾ അമ്പലങ്ങളിൽ പോകും, അല്ലെ ഭഗവാന് പൂജിക്കും, പ്രസാദമായി കൊടുക്കും. ഇതൊക്കെ യജ്ഞഭാവത്തിലാണ് ചെയ്യുന്നത്. അപ്പം ദാനമായാലും ഭഗവത് സമർപ്പിതമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ യജ്ഞാവബോധം ഉണ്ടാകും. തന്മൂലം അങ്ങനെ യജ്ഞം ഉണ്ടാകുമ്പോൾ എന്താണ്? നമ്മള് ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദാനത്തിന്റെ മനഃശാസ്ത്രം തന്നെ എന്താണ്? ചിത്തശുദ്ധി വരിക എന്നുള്ളതാണ്. ആ ദാനം ചെയ്തവർക്കറിയാം. പ്രതിഫലമൊന്നും കൂടാതെ ഒരാളുകൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ ചിത്തശുദ്ധി വരും. അപ്പൊ ആ ചിത്തശുദ്ധി വരുന്നത് എങ്ങനെയാ? നമ്മളിൽ അറിയാതെ കിടക്കുന്ന വാസനാ മാലിന്യങ്ങൾ ദൂരീകരിക്കപ്പെടും. അങ്ങനെ ദൂരീകരിക്കപ്പെട്ടാൽ ഉറപ്പാണ് അത് ചിത്തശുദ്ധി കൈവരിക്കും. ആ ചിത്തശുദ്ധി കൈവരിക്കുന്നത് മനുഷ്യനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഈ കർമ്മത്തിന്റെ ആഗ്രഹം വരുന്നത് നിഷ്കാമ കർമ്മമായി മാറുന്നതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം മനുഷ്യൻ പ്രാകൃതമായൊരവസ്ഥയിൽ നിന്ന് പരിപൂർണതയിൽ എത്തുന്നതിന് 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് സകാമ കർമ്മം. ആദ്യം പറഞ്ഞു ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു. പിന്നെയോ നിഷ്കാമ കർമ്മം. ഈ കാമത്തിന് പ്രസക്തിയില്ലാണ്ടായി, അത് ദൈനംദിന കർമ്മത്തിന്റെ ഭാഗമായി വന്നു. ഇതൊക്കെ വന്ന് ചിത്തശുദ്ധി വന്നാൽ അയാൾ എന്തായി മാറുന്നു? ധ്യാനം. പിന്നെ അടുത്ത സ്റ്റേജ് ധ്യാനം. ആ ധ്യാനത്തിന്റെ പൂർണ്ണതയിലാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. ധ്യാനത്തിനെ കുറിച്ച് അടുത്ത അധ്യായത്തിലാണ് പറയുന്നത്, ധ്യാനയോഗം. അതേക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ഈ നമ്മുടെ മനുഷ്യന്റെ ആത്മീയ പരിവർത്തനത്തിന്റെ ഓരോ സ്റ്റെപ്പ് ഇതാണ് എന്ന് പറയുവാൻ സൂചിപ്പിക്കുകയാണ്. ഇത് എവിടുന്നാണ് പറയുന്നത്? ഒരു വിഷമ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആശയക്കുഴപ്പത്തിലായ അർജുനനോടാണ് ഇത് പറയുന്നത്. നാം ഓർക്കണം, ഇത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ് നടക്കുന്നത്, യുദ്ധഭൂമിയിൽ വെച്ചാണ് നടക്കുന്നത്. അർജുനൻ ആരാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുനൻ പൂർണ്ണമായും ക്ഷത്രിയനാണ്. ക്ഷാത്രവീര്യമാണ് അർജുനന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അതിൽ നിന്നും വിമോചിതനാകണമെങ്കിൽ എന്ത് വേണം? നിഷ്കാമകർമ്മം ചെയ്യണം.
ഈ സുഖലോലുപതിയിലുള്ള ആഗ്രഹം അർജുനനുണ്ടാകും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ രക്തത്തിലും അദ്ദേഹത്തിന്റെ കുലത്തിലൊക്കെ അടങ്ങിയതാണ് ക്ഷാത്ര അവബോധം, ക്ഷാത്ര പ്രാധാന്യമുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അതിൽ നിന്ന് വിമോചിതനാകാൻ കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്താലേ നിഷ്കാമകർമ്മനാവുള്ളൂ. അപ്പൊ നിഷ്കാമകർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്ന് കർമ്മം ചെയ്താൽ ആണ് ബ്രഹ്മപദത്തിലെത്തുക. അദ്ദേഹത്തിന് വിധിച്ച കർമ്മം ഏതായാലും, യുദ്ധമായാലും രാജ്യഭരണമായാലും, അദ്ദേഹത്തിന് വിധിച്ച കർമ്മങ്ങളിൽ അദ്ദേഹത്തിന് നിയതമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, കാമങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിരന്തരം കർമ്മം ചെയ്തേ തീരുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയോഗിച്ച, അദ്ദേഹത്തിന് നിയതമായ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. ജ്ഞേയസ്സ നിത്യസന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി ദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ജ്ഞേയസ്സ നിത്യസന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഹേ മഹാബാഹോ, അർജുനോട് വീണ്ടും പറയുകയാണ്. ഭഗവാൻ പറയുന്ന ഈ ഉത്തരം പറയുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. ഹേ മഹാബാഹോ, യാതൊരുവൻ നാ ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ലയോ, നാ കാംക്ഷതി ആഗ്രഹിക്കുന്നില്ലയോ, സാ അവൻ നിത്യസന്യാസി നിത്യവും കർമാനുഷ്ഠാനത്തിൽ കൂടി സന്യാസിയാണ്. നിത്യസന്യാസി ഇതി ജ്ഞേയ, നിത്യസന്യാസിയാണ് എന്ന് അറിഞ്ഞാലും എങ്ങനെയുള്ള ആള്? യാതൊരുവന് ദ്വേഷിക്കുന്നില്ല, ദ്വേഷമൊന്നും ഉണ്ടാവുന്നില്ല, യാതൊരു ആഗ്രഹവുമില്ല, അവൻ മറ്റൊരാഗ്രഹവും ഇല്ലാതിരിക്കുന്നു, അവൻ നിത്യവും കർമാനുഷ്ഠം ആയി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ സന്യാസിയാണ് എന്ന് നീ അറിയുക. ഹി എന്തെന്നാൽ സ അവൻ നിർദ്വന്ദ്വ, അദ്ദേഹത്തിന് സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളില്ലാത്തവനായ, സുഖവും ബാധകമല്ല ദുഃഖവും ബാധകമല്ല, ഒരു ബാലൻസ്ഡ് മെന്റൽ സ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളിന് നിർദ്വന്ദ്വാദി സ്വഭാവ ഗുണമുള്ള അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധാത് കർമ്മബന്ധങ്ങളിൽ നിന്ന് സുഖം പ്രമുച്യതി, കർമ്മബന്ധങ്ങളിൽ നിന്ന് അയാൾ മോചിക്കപ്പെടും എന്നാണ് ഭഗവാൻ പറയുന്നത്. അന്വയം: ഹേ മഹാബാഹോ, യാന ദ്വേഷ്ടി ന കാംക്ഷതി സാ നിത്യസന്യാസി ഇതി ജ്ഞേയ. ഹി സ നിർദ്വന്ദ്വബന്ധാത് സുഖം പ്രമുച്യതി. അർത്ഥം: ഹേ മഹാബാഹോ, അർജുനാണല്ലോ അഡ്രസ് ചെയ്യുന്നത്. യാതൊരുവൻ യാതൊന്നിനോടും ദ്വേഷിക്കുന്നില്ലയോ, യാതൊരുവൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ലയോ, അവൻ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളില്ലാത്തവനായി കർമ്മബന്ധങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ വിമോചിതനാകുന്നു. കർമ്മയോഗത്തിന് കർമ്മസന്യാസത്തേക്കാൾ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം എന്ത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് കർമ്മയോഗത്തിന്റെ പ്രത്യേകതകളും അത് നമ്മുടെ മാനസിക തലത്തിൽ ഉണ്ടാക്കുന്ന, ആത്മീയ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇഷ്ടാനിഷ്ടാനങ്ങളില്ലാത്തവനാരോ അവനാണ് സന്യാസി. വേഷഭൂഷാദികളല്ല സന്യാസി എന്ന് പറയുന്നത്. നമ്മുടെ കാവ്യെടുത്ത് താടി ദീക്ഷ നടത്തിയ സന്യാസി അല്ല. ഇവിടെ സമ്യക്കാവും വണ്ണം ത്യാഗം ചെയ്തതാണ് സന്യാസി. എല്ലാതും ത്യജിച്ച ഒരു ജീവിതം നയിക്കുന്ന ആളാണ് സന്യാസി. ആന്തരിക ഭാവത്തിനാണ് അവിടെ പ്രാധാന്യം. ആ സന്യാസിയുടെ ഭൗതികമായ വേഷഭൂഷാദികളില്ല, ആന്തരിക ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം. അർജുനന്റെ ആ മാനസിക നില ഭഗവാൻ നന്നായിട്ടറിയാം. ക്ഷത്രിയ സംസ്കാരം, അതായത് വാസന ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷാത്രവീര്യമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ക്ഷാത്ര തേജസ് ഉള്ളിടത്തോളം കാലം രാജകീയ സ്ഥാനങ്ങളിലേക്ക് താല്പര്യമുണ്ടാകും, രാജകീയ പദവികളിലേക്ക് താല്പര്യമുണ്ടാകും. അതിനാൽ കർമ്മനിരതനാവാതെ വയ്യ. കാരണം അദ്ദേഹത്തിന്റെ നേച്ചറലി അദ്ദേഹത്തിന് ഈ രാജസ ഗുണം, ക്ഷത്രിയ ഗുണം ആണ് അർജുനനിൽ ഉള്ളത്. അതുകൊണ്ട് ആ കർമ്മയോഗം ചെയ്ത് അതിനുള്ള മമത ഒഴിവാക്കാതെ രക്ഷയില്ല, ഏത് കർമ്മം ചെയ്താലും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആത്മീയ ഭാവം കൈവരിക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ഭഗവാൻ എന്താണ് ആവശ്യപ്പെടുന്നത്? നിർദ്വന്ദ്വം, ഇഷ്ടാനിഷ്ട സുഖവും ദുഃഖവും ഒക്കെ അവിടെ മാറ്റിവെക്കുക. എന്നിട്ട്
നിന്നിൽ നിക്ഷിപ്തമായ ജോലി ചെയ്യുക. സുഖവും ദുഃഖവും മാറുന്നത് ആരുടെ ലക്ഷണമാണ്? സന്യാസി. സന്യാസി എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൽ ഉന്നതനായ ആള്. അങ്ങനെ ഔന്നത്യം, ആത്മീയമായി ഔന്നത്യം ലഭിച്ച് ഭഗവാൻ അർജുനോട് പറയുന്നത്, അങ്ങനെ ഔന്നത്യം കൈവരിച്ച അർജുന, നീ നിന്റേതായ ജോലി, നിന്റെ ജോലി എന്താണ്? യുദ്ധം ചെയ്യുക. ആ യുദ്ധം യോഗമാണ്, കർമ്മയോഗമാണ്. അത് നീ ചെയ്താലും എന്നാണ് ഭഗവാൻ പറയുന്നത്. 4-ാമത്തെ ശ്ലോകം. സാഖ്യയോ ബാല പ്രവദന്തിന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട് ഏതാണ് വലുത്, ഏതാണ് ചെറുതെന്നല്ല ചോദിച്ചത്, ഏതാണ് ശ്രേയസ്കരം എന്നല്ല ചോദിച്ചത്. മറുപടി പറയുകയാണ് ഭഗവാൻ. സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തിന പണ്ഡിതാഃ ഏകമപ്യാവസ്ഥിത സമ്യക് ഉഭയോ വിന്ദതേ ഫലം. എന്താ സംഭവിക്കുന്നത്? സാഖ്യയോഗോ സാഖ്യവും യോഗവും, അത് രണ്ട് അതുകൊണ്ടാണ് യോഗവും എന്ന് പറഞ്ഞിട്ടുള്ളത്. കർമ്മസന്യാസവും കർമ്മയോഗവും. പൃഥക്, ഇത് വേറെ വേറെയാണ് എന്ന് ബാലന്മാർ എന്ന് പറഞ്ഞാൽ പഠനം പൂർത്തീകരിക്കാത്ത ആളെന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അജ്ഞാനികൾ എന്ന് വേറെ വ്യാഖ്യാനമുണ്ട്. അതല്ല, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത, ഈ അറിവിനെ കുറിച്ച്, അറിവിന്റെ ഔന്നത്യത്തിലെത്താത്ത ആളുകൾ എന്ത് പറയുന്നു? യോഗം വേറെ, ജ്ഞാനം വേറെ, കർമ്മയോഗം വേറെ, ജ്ഞാനയോഗം വേറെ എന്ന് പറയുന്നു. പണ്ഡിതാന, പക്ഷെ അത് പണ്ഡിതന്മാർ പറയില്ല. ഇതിനെക്കുറിച്ച് അജ്ഞാനികളെ പറയുന്നുള്ളൂ. യഥാഹ, എന്തുകൊണ്ടെന്നാൽ ഏകം അപി, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ സമ്യക് ആസ്ഥിത, വഴിപോലെ അനുഷ്ഠിക്കുന്നവൻ. സമ്യക് ആസ്ഥിത, നിയമപ്രകാരമായി വഴിപോലെ അനുഷ്ഠിക്കുന്നവൻ. ഉഭയോ ഫലം, രണ്ടിന്റെയും ഫലം വിന്ദതേ, ലഭിക്കുന്നു, അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ രണ്ടാണോ ഇത്? ഏതാണ് വലുതെന്ന് ചോദിച്ചില്ലേ? ഏതാണ് വലുത്? ഒന്ന് ചെറുതുമല്ല, ഒന്ന് വലുതുമല്ല. ഇത് ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് ജീവിതചര്യ ചെയ്യുന്ന ആളുകൾ ഈ രണ്ട് ചെയ്താലുമുള്ള ഫലം അനുഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. ഇതിന്റെ അന്വയം പറയാം. സാഖ്യയോഗോ പൃഥക് ഇതി ബാലാഹ പ്രവദന്തി പണ്ഡിതാനാഹ യഥാ ഏകം അപി സമ്യക് ആസ്ഥിതാഹ ഉഭയോഫലം വിന്ദതേ. അർത്ഥം, സാഖ്യവും യോഗവും, അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും വേറെ വേറെയാണ് എന്ന് അജ്ഞാനികൾ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ വഴി പോലെ അനുഷ്ഠിച്ചാൽ അതിനെ രണ്ടിനെയും അനുഭവിക്കുന്നു. ഏതെങ്കിലും ഒന്നിനെ സമ്യക്കാവും വണ്ണം, നല്ലവണ്ണം, അതും ഇതുമല്ല, ഏതെങ്കിലും ഒന്നിനെ സമ്യക്കാവും വണ്ണം അനുഷ്ഠിച്ചാൽ ഈ രണ്ടിന്റെയും ഫലം ലഭിക്കും. സാഖ്യവും യോഗവും വിരുദ്ധങ്ങളാണെന്നും ഭിന്നങ്ങളാണെന്നും അജ്ഞാനികളാണ് പറയുന്നത്. ശാസ്ത്രാർത്ഥത്തിൽ വിവേകമില്ലാത്തവരാണ് അവർ. അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ച്, ശാസ്ത്രത്തിന്റെ ഗതി നന്നായിട്ട് അറിയുന്നവരല്ല. അവര് കോമൺ ആയിട്ട് രണ്ടും രണ്ടാണ് എന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ ജ്ഞാനികളായവർ, പണ്ഡിതന്മാർ ഇവ രണ്ടിനും ഒരേ ഫലമാണ് ഉണ്ടാകുന്നത് എന്ന സത്യം തിരിച്ചറിയുന്നു. സാധാരണ കർമ്മത്തെ പാവനയജ്ഞമാക്കാൻ, ഈ സാധാരണ കർമ്മങ്ങൾ പാവനമായ പരിശുദ്ധമായ യജ്ഞങ്ങൾ ആയി മാറും. എപ്പോഴൊക്കെ? അത് ശ്രദ്ധിക്കണം. കർത്തൃത്വാഭിമാനം വെടിയുക, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം, ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള അഹംബോധം, അത് ഈഗോ, അത് വെടിയുക. കർത്തൃത്വാഭിമാനം വെടിയുക. ആ ഞാനല്ല, ഇതെല്ലാം ഭഗവത് സമർപ്പിതമാണ് എന്ന് ചെയ്യുന്നത്, അത് ജ്ഞാനം പൂർത്തിയാകും. അല്ലാതെ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന ധാരണയിൽ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ ഭോക്താഭിമാനം, കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കണമെന്ന അഭിനിവേശം. ഈ ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗമായാലും യജ്ഞങ്ങളായാലും, നമ്മുടെ മനസ്സും കണ്ണും നമ്മൾ ചിന്തയും ഒക്കെ അതിന്റെ ഫലസിദ്ധിയെ കുറിച്ചായിരിക്കും. അങ്ങനെ വരുന്നതും ഗുണകരമല്ല, അതും ദോഷമാണ്. ഇത് രണ്ടുമില്ലാതെ, കർത്തൃത്വാഭിമാനവും ഭോക്താഭിമാനവും ഇല്ലാതെ കർമ്മം ചെയ്താൽ ആ കർമ്മം എന്തായിരിക്കും? അത് പൂർണ്ണമായും ശുദ്ധമായിരിക്കും. ആദ്യത്തേത് കർത്താഭിമാനം വെടിയൽ. ഈ സാഖ്യത്തിന്റെ ഭാഷയിൽ തന്നെ പറയുന്ന അതാണ് സാഖ്യം, അതാണ് ജ്ഞാനം. ഞാനല്ല ഇത് ചെയ്യുന്നത്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഈശ്വരനാണ് ചെയ്യുന്ന ബോധമുണ്ടാകുന്നത് എന്താണ്? അതാണ് ജ്ഞാനം, അതാണ് കർമ്മസന്യാസം. രണ്ടാമത്തേതോ
ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു മാ ഫലേഷു കഥാചന, അത് നമ്മൾ പഠിച്ചു. അപ്പൊ രണ്ടാമത്തേത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യലാണ്. അതാണ് യോഗം, അതാണ് കർമ്മയോഗം. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. സാഖ്യ രീതിക്ക് എല്ലാവരും അർഹരല്ല. കാരണം എല്ലാവരും സാഖ്യന്മാരല്ല. ജ്ഞാനയോഗേന സാഖ്യാനാം, അത് ആർക്കാണ് പറഞ്ഞിട്ടുള്ളത്? സാഖ്യന്മാർക്ക് ജ്ഞാനയോഗമാണ് പറഞ്ഞത്, ജ്ഞാനികൾക്കാണ് സാഖ്യം പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ളവർ ബുദ്ധിപരമായി വളരെ വികാസം നേടിയവരും സമഷ്ടി അതീതമാണ്, സമഷ്ടി ചൈതന്യമാണ് അവര്. ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് ആ ചൈതന്യമാണ് എന്ന് കാണാൻ, സമഷ്ടി ചൈതന്യമാണ്, ഭഗവത് ചൈതന്യമാണ് എന്ന് കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ ജ്ഞാനത്തിലേക്ക് കർത്തൃത്വാഭിമാന ബോധം ഉപേക്ഷിക്കാൻ കഴിയുള്ളൂ. വളരെ പ്രയാസമാണിത്. പക്ഷെ ആത്മീയ ജ്ഞാനം എല്ലാം ഭഗവാനിൽ അർപ്പിതമാണ് എന്ന ആത്മീയ ജ്ഞാനം ലഭിച്ചാൽ അവര് യഥാർത്ഥ ജ്ഞാനികളായി, അവര് സാഖ്യന്മാരായി. സാഖ്യ ദർശനം അഭ്യസിക്കുന്ന ഒരു വ്യക്തി ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം വിഷ്ണുവാണ്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവത് ചൈതന്യമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകും. ആ തിരിച്ചറിവുണ്ടായാൽ പരിപൂർണ ജ്ഞാനത്തോടെ ഭഗവത് സേവയിൽ ഏർപ്പെടുകയും ചെയ്യും. ആ ജ്ഞാനമുണ്ടായ എല്ലാം ഭഗവാൻ ആണ്, എല്ലാം ഈ ലോകത്തിലെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ ഭഗവത് സേവയിൽ തന്നെ മുഴുകും. ആ ഭഗവത് സേവയിൽ തന്നെ മുഴുകുന്നത് എന്താണ്? ചെയ്യുന്നത് ഭഗവത് സമർപ്പിതമായി ചെയ്യുന്ന ഏത് കർമ്മവും യാഗമാണ്. അപ്പം അതാണ് കർമ്മയോഗം. ഭഗവത് സമർപ്പിതമായി ചെയ്യുന്ന എല്ലാം ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, എന്ന തിരിച്ചറിവുണ്ടായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നവൻ കർമ്മയോഗി. അപ്പൊ വ്യത്യാസമായല്ലോ. ജ്ഞാനിയും സാഖ്യവും കർമ്മവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായല്ലോ. ഈ രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെയാണ്. ഒന്നിന്റെ നല്ലവണ്ണമുള്ള അനുഷ്ഠാനം കൊണ്ട് എങ്ങനെയാണ് ഒരുവന്റെ രണ്ടിന്റെയും ഫലം ലഭിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ രണ്ടും അനുഷ്ഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചാൽ എങ്ങനെയാണ് രണ്ടിന്റെ ഫലവും നമുക്ക് കൈവരിക്കാൻ കഴിയുക എന്ന് ഭഗവാൻ പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. നന്ദി.